ഔഫ് ഇബ്നു അബ്ദുല്ലാഹി ഇത് പറയുന്നതാ, കരയുന്നതിൽ പലം വേറെയും പലതുള്ളതാ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ കരയുന്നതാ, മുഖം താടിയും ആ നീരിനാൽ തടകുന്നതാ. പറയുന്നു താൻ ഇത് തീ തൊടാതിരിക്കാനാ, യഹ്യാ 4 ഉണ്ടിതും തിബിയാനാ. പാലം കടക്കാതെങ്ങിനാ സുഖമുള്ളത് എന്നാ മുആദ് ഇബ്നുൽ ജബൽ പറയുന്നത്. അമലിന് പകരം പണയമാ ഞാനെന്ന് പറഞ്ഞിട്ട് സയ്യിദുന അലി കരയുന്നേ. കഴിവില്ല അലി ഇബ്നുൽ ഫുളൈലിന് നിൽക്കുവാൻ, അൽ ഖാരി ആ സൂറത്ത് മുഴുവൻ കേൾക്കുവാൻ. അഥവാ ശ്രവിച്ചാൽ ബോധരഹിതൻ തന്നെ. ഇതുപോലെ സംഭവമുള്ളതും ശരി തന്നെ. ഒലിക്കുന്നതാണ് ഷേഖ് സുഫിയാൻ നേത്രവും, രക്തം കലർന്നൊഴുകുന്നതാണ് മൂത്രവും. ചികിത്സിച്ച വൈദ്യൻ തന്നെ കണ്ട് കരഞ്ഞു പോയി. അതുമാത്രമല്ല ഖൗഫിനാൽ കരടറ്റു പോയി. സയ്യിദ് ഖലീലുല്ലാഹി ഏറ്റം ഖൗഫില, ഹൃദയത്തുടിപ്പും ഒരു മൈൽ അകലത്തില. വഹബെന്നവർ പറയുന്നതായി കാണുന്നതാ, ശഅറാരി തൻബീഹിൽ ഇതും വിവരിച്ചതാ. അഹ്വാലുകൾ മഅസൂമുകൾക്കിത് പോലാ, ഇത് സാരമാക്കാതങ്ങു ചെന്നാൽ ചേലാ. പേടിച്ച് പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ, റബ്ബിൻ്റെ കോപമടക്കുവാൻ അത് നല്ലതാ. മീസാനിൽ ഓരോ തുള്ളിയും തൂക്കുന്നതാ, അത് ഉഹദ് മല പോൽ ഭാരമിൽ തൂങ്ങുന്നതാ. ഓരോരോ തുള്ളിക്കുണ്ട് നദികൾ സ്വർഗമിൽ എന്ന് ഇബ്നു അബ്ബാസും റിവായത്തുണ്ടതിൽ. ഭയമേതിലുണ്ടോ അതിനെ വിട്ടോടേണ്ടതാ, എന്നാൽ നിനക്കതിൽ രക്ഷ കണ്ടെത്തുന്നതാ. അള്ളാഹുവിൽ ഭയപ്പെട്ടവൻ അടുക്കേണ്ടതാ, അവനോടടുത്താൽ രക്ഷയെന്നും ഉള്ളതാ. ഇതുപോലെ തന്നെ ഹക്കീം അബുൽ ഖാസിം മഹാൻ പറയുന്നതായി വിവരിച്ച് ഇമാം ഗസ്സാലി താൻ. ഖൗഫുള്ളവൻ ദോഷം ത്യജിക്കും ഒക്കെയും, അവനത്ര കൗതുകമുള്ളതായാൽ തന്നെയും. നഞ്ചുള്ള ഭക്ഷണം ഏവനും വെറുക്കുന്നതാ, തേനെന്ന് കണ്ടാൽ തന്നെയും തള്ളുന്നതാ. അതുപോലെ അമലിൽ ഖായിഫിൻ ഉന്മേഷമാ, അമൽ നഷ്ടമായാൽ അപ്പോഴും സന്താപമാ. യാ ഹയ്യു യാ ഖയ്യൂം നീ ഖശിയത്തുതാ, ഹൃദയത്തിനതു തന്നെ എപ്പോഴും ധരിപ്പിച്ചുതാ. ഭയപ്പെട്ട് കരയാൻ കണ്ണിനും തൗഫീഖ് താ, ഭയപ്പെട്ട കൂട്ടരിലെപ്പോഴും നീ ചേർത്തുതാ. നബിക്കും സഹാബത്താലിനും ഗുണം ചെയ്യണേ, അതുതന്നെ മണ്ണിൻ്റെ എണ്ണമിൽ പെരുപ്പിക്കണേ.